ഇന്ന് റിലീസാവുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീകാന്ത് നമ്മോടൊപ്പം ഉണ്ട്. അതിലുപരി 1 വർഷം മുമ്പ് തട്ടിക്കൊണ്ടുപോയ സംവിധായകൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. വെൽക്കം ശ്രീകാന്ത്. തുറന്നു ചോദിക്കുന്നുണ്ട്, മറ്റൊന്നും വിചാരിക്കരുത്. എന്തായിരുന്നു അന്നത്തെ ആ തട്ടിക്കൊണ്ടുപോകലിന്റെ പിന്നാമ്പുറം? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ആക്ച്വലി ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഞങ്ങള് കഥ പറയാൻ രാഘവൻ എന്ന സിനിമാ സ്നേഹിതരെ അടുത്ത് ചെന്നപ്പോ പുള്ളി ഞങ്ങളെ ഇരുത്തി ഒന്ന് ഉപദേശിച്ചു. അതിൽ നിന്ന് കുറെ കാര്യം ഞങ്ങള് ജീവിതത്തിൽ മനസ്സിലാക്കി, അതിവിടം വരെ എത്തിച്ചു. ഓക്കെ, അപ്പൊ അന്നത്തെ രാഘവൻ തന്നെയാണോ നിങ്ങളുടെ ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ രാഘവൻ? അതെ, അദ്ദേഹമായിട്ടുള്ള അടുപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നീട് അദ്ദേഹം ഞങ്ങളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നയിക്കുകയും അങ്ങനെ ഞാനൊരു സംവിധായകനാകുകയും ചെയ്തു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഒരു ചോദ്യം കൂടി, നിങ്ങൾ മൂന്നുപേരും സിനിമയോടുള്ള പാഷൻ കൊണ്ട് തന്നെയാണോ ഈ ഫീൽഡിലേക്ക് വന്നത്, അതോ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടോ, അതോ കിട്ടിയെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ടാണോ? സത്യം പറയണോ അതോ പൊങ്ങച്ചം പറയണോ? സത്യം പറഞ്ഞാൽ ജനം സ്വീകരിക്കും, പൊങ്ങച്ചം പറഞ്ഞാൽ ജനം കേട്ടിരിക്കും. ദാറ്റ്സ് ഓൾ. അത് ഞാനൊരു സാധാരണ വെൽഡിംഗ് വർക്ക്ഷോപ്പുകാരന്റെ മകനാ. എൻ്റെ അപ്പൻ ഒത്തിരി കഷ്ടപ്പെട്ടാ എന്നെ ബിടെക് വരെ ഒന്ന് പഠിപ്പിച്ചത്. പക്ഷെ ബിടെക് പഠിത്തം കഴിഞ്ഞപ്പോൾ അപ്പം വിചാരിച്ചിട്ടുണ്ടാവും കുടുംബം നോക്കാനുള്ള പ്രാപ്തി എനിക്കായിട്ടുണ്ടാവും. അപ്പം ഞങ്ങളെല്ലാം വിട്ടേച്ച് അങ്ങ് പോയി. അമ്മ എപ്പോഴും പറയണ പോലെ എൻ്റെ തലയിൽ ചെറുപ്പം തൊട്ടേ സിനിമ തന്നെയായിരുന്നു. അപ്പൻ്റെ അഭാവത്തില് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ കുടുംബത്തോട് എനിക്ക് 5 വർഷം എൻ്റെ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് പറയാൻ പറ്റില്ലോ സാറേ. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വലിയ ഡയറക്ടർമാരും നടന്മാരൊക്കെ മാറി. പക്ഷെ അവരുടെ ചോദിക്കാനുള്ളൊരു നാണവും മടിയൊക്കെ കാരണം ഞാൻ പുറകെ തന്നെ നിന്നു. ചുരുക്കത്തെ വളഞ്ഞു മൂക്കി പിടിച്ചു അല്ലേ? അല്ല, ചതിക്കായിരുന്നു ഞാൻ എന്നെ തന്നെ. എന്നെപ്പോലെ എനിക്ക് ചുറ്റും കുറെ പേരുണ്ടെന്നുള്ള കാര്യം ഞങ്ങളങ്ങ് മറന്നുപോയി. എനിക്ക് ജയിക്കണം എന്നുള്ള ഉപരി ആരെയൊക്കെ തോൽപ്പിക്കണം എന്നുള്ള ഒരു വാശി. പക്ഷേ ഇപ്പൊ നല്ല പേടി തോന്നുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ജനവിധി എഴുതുന്ന ദിവസം എന്ന് എൻ്റെ അവസാനത്തെ പ്രതീക്ഷയും. അല്ല, നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ട് ചതിക്കുമായിരുന്നു പറഞ്ഞല്ലോ, അതൊന്ന് തെളിച്ച് പറയാമോ? സിനിമയിലേക്ക് വരുന്ന ഓരോരുത്തരും എന്ന് ജയിക്കാൻ പറ്റും എന്നറിയാതെ റിസ്ക് എടുക്കാൻ തയ്യാറായി വരുന്നവര്. അതിപ്പോ അസിസ്റ്റന്റ് ഡയറക്ടർമാർ മുതൽ നമ്മുടെ പ്രൊഡക്ഷനിൽ ചായ കൊണ്ട് തരുന്ന ചേട്ടന്മാർ വരെ എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. അവരുടെ ജോലി ചെയ്യുമ്പോൾ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വികാരമുണ്ട്, ഒരിക്കലെങ്കിലും സിനിമയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്നത്. അതിൽ ചിലർ ജയിക്കും, ചിലർ തോറ്റുപോകും. പക്ഷെ തോറ്റാലും അടുത്തതിൽ ജയിക്കണം എന്നുള്ള വാശിയോടെ പൊരുതുന്ന ചിലരുണ്ട്. അവർക്കിടയിൽ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നവരാ ഞങ്ങള്. സത്യത്തില് ആദ്യം ഞങ്ങൾക്ക് ഇതിന്റെ ഗൗരവം അറിയില്ലായിരുന്നു. ഞങ്ങളെപ്പോലുള്ള നവാഗതരെ വിശ്വസിക്കുന്ന പ്രേക്ഷക ലക്ഷ്യങ്ങളിലേക്കാണ് ഞങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടതെന്നുള്ള ബോധം. ഞങ്ങളെ കൊണ്ട് എത്രമാത്രം വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ, എന്നെപ്പോലുള്ള ഓരോ നവാഗതരെയും ഫോളോ ചെയ്യുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, അവർക്കെല്ലാം ഏറ്റവും നല്ലത് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇതൊക്കെ ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ പ്രേരണ നൽകുന്നുണ്ട്. അത്രയധികം സിനിമയെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഓരോരോ പ്രതീക്ഷകൾ നെഞ്ചിലേറ്റിയാണ്. ഇന്നത്തെ ജനവധിക്കായി കാത്തിരിക്കുന്ന നമ്മുടെ നവാഗത സംവിധായകന് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും വിജയിക്കട്ടെ, കെങ്കേമമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റേ ട്യൂൺ വിത്ത് RJ മുന്ന. ഹാവ് എ നൈസ് ഡേ.